വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാവും ഞങ്ങളെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ. അപ്പോൾ അതിൻ്റെ 1, 2 ലിങ്ക് നമ്മൾ ഇട്ടായിരുന്നു. അത് കയറി കണ്ടിട്ട് വേണം ഈ മൂന്നാമത്തെ പാർട്ട് കാണാൻ കേട്ടോ. മൂന്നാമത്തെ പാർട്ടാണ് പാർട്ട് 3. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 9 ഒന്നാമത്തെ 1ഉം 2ഉം നമ്മളത് ചെയ്തല്ലേ. ഇനി മൂന്നാമത്തെയാണ് റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. വല്ലോ മനസ്സിലായോ? അതായത് നമ്മുടെ നാച്ചുറൽ നമ്പർ ഉണ്ടല്ലോ, നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണൽ സംഖ്യയാവും. നിങ്ങളെ നമ്മൾ 1, 2, 3, 4 ചെല്ലത്തില്ലേ, അതാണ് നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യ കേട്ടോ. 1, 2, 3 തുടങ്ങുന്നത് കേട്ടോ. ഓൾ നമ്പർ, നാച്ചുറൽ നമ്പറൊക്കെ അറിയാമോ? അപ്പം ഹോൾ നമ്പർ എന്ന് വെച്ചാൽ അതിനകത്ത് 0 കൂടെ വരും കേട്ടോ. ഹോൾ നമ്പറിനകത്തിൽ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 1 മുതലാണ്. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ ഈ നാച്ചുറൽ നമ്പറിനകത്തിൽ നമ്മൾ എഴുതുമ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എന്താണെന്നാണ് പറഞ്ഞത്? 1, 2, 3, 4 ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതിനെയാണ് നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? ഇനിയും പറഞ്ഞിരിക്കുന്നത് ഈ നമ്പറിൽ നമുക്ക് റിമൈൻഡർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഡിവിഷൻ നോക്കണേ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നതും വേണം. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിൽ പറയുന്നുണ്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ അല്ലെങ്കിൽ റിമൈൻഡർ വെച്ചാൽ ശിഷ്ടം അല്ലേ. മലയാളം മീഡിയക്കാരൻ കേട്ടോണോ കുഞ്ഞുങ്ങളെ? നമ്മൾ ഡിവൈഡ് ഹരിക്കുമ്പോഴേ ഭാഗിക്കുമ്പം ആദ്യത്തേതിൽ ശിഷ്ടം 1 വരണം, രണ്ടാമത്തേതിൽ ശിഷ്ടം 2 വരണം. എങ്ങനെ ചെയ്യുമെന്നാണ് നോക്കണേ നിങ്ങളെ. ഇപ്പം നോക്കിയേ, 3 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ഇത്രയും ഈ ഒരു സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പം നോക്കിക്കേ, 1നെ 3 കൊണ്ട് ചെയ്യുക. ഒന്നാമത്തെ നമ്പർ ഇതാണല്ലോ, 1 ആണല്ലോ. ഈ 1നെ 3 കൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു. 10 ആണ് അല്ലേ. എത്ര? 3, 3, 9 ശിഷ്ടം 1 വന്നു. കണ്ടോ? 1 വെച്ച് ചെയ്തപ്പം മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? അടുത്ത ഞാൻ 2 വെച്ച് ചെയ്യുക. ഈ 2നെ നമുക്ക് 3 വെച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ 0 ഇട്ട് കൊടുത്തു. എത്ര? 6, 3 അല്ലേ. 6, 3, 18 ശിഷ്ടം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയാമല്ലോ. ശിഷ്ടം 2 വന്നു. ഇപ്പോൾ പിടികിട്ടിയോ? ഇനി അടുത്ത 3 വെച്ച് ചെയ്യുകയാണ്. 3 വെച്ച് 3നെ ചെയ്താൽ നമുക്കറിയാം ഒരു 3 ആണ് 3. അപ്പം നമുക്കവിടെ 0 ആണ് വന്നത്. ശിഷ്ടം 0. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ ശിഷ്ടം 1ഉം 2ഉം വരുന്നുണ്ട്. ഇനി അടുത്ത അപ്പോൾ 1ഉം 2ഉം 3ഉം ചെയ്തു. 4 ആണ്. 4നെ നമ്മൾ 3 വെച്ച് ചെയ്യുമ്പോൾ ഒരു 3 ശിഷ്ടം 1 വന്നു. ഇനി അടുത്ത് നമ്മൾ 5നെ, അങ്ങനെ നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യയാണ്. ഈ എണ്ണൽ സംഖ്യയെ നമ്മൾ ഓരോന്ന് വെച്ചും ഒരു 3. ഇപ്പോൾ ഇവിടെ 2 ആണ് വന്നത്. ഒരെണ്ണം കൂടെ അങ്ങ് ചെയ്യാം. 6നെ 3 വെച്ച് ചെയ്താൽ 2, 3, 6 ആണ്. ശിഷ്ടം 0 ആണ്. അപ്പോൾ പിടികിട്ടിയോ? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ ഈ ചെയ്തിൽ നിന്ന് മനസ്സിലായി. നോക്കുഞ്ഞിനെ, 1നെ 3 വെച്ച് ചെയ്തപ്പോൾ 1, 2നെ 3 വെച്ച് ചെയ്തപ്പോൾ 2, 3നെ ചെയ്തപ്പോൾ 0. അപ്പോൾ 1, 2, 0, 1, 2, 0, 1, 2, 0 ഇങ്ങനെ പോകത്തില്ലേ? ഇപ്പോൾ പിടികിട്ടിയോ? നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് ആണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി. ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇല്ല. ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുന്നു എന്ന് അറിയാൻ വേണ്ടി മാത്രമാവും നിങ്ങളെ നാച്ചുറൽ നമ്പറിനെ നമ്മൾ 3 വെച്ച് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് എന്ത് വരണം? 1 കിട്ടണം, 2 കിട്ടണം എന്നാ പറഞ്ഞത്. അപ്പോൾ 1 കിട്ടിയത് ഇതിനകത്തിൽ ഏതൊക്കെയാണെന്ന് നോക്കണേ. നമ്മൾ ആദ്യമേ 1 കിട്ടിയത് നോക്കണേ. ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം കേട്ടോ. ശിഷ്ടം നമുക്ക് ആദ്യമേ ഏതിനാ കിട്ടിയ? 1ന് കിട്ടി അല്ലേ. ശിഷ്ടം 1 വരുന്നതാണ്. അപ്പം നമുക്ക് ആദ്യമേ ശിഷ്ടം 1 ഇട്ടിട്ട് 1 വരുന്ന എന്തോത്തിനൊക്കെയാണ്? 1ന് കിട്ടി അല്ലേ. പിന്നെ എത്ര? 4ന് കിട്ടി. 1ന് കിട്ടി, 4ന് കിട്ടി. പിന്നെ നമുക്ക് ഏതാ കിട്ടിയേ? പിന്നെ അടുത്ത ഏതായിരിക്കും? 7 അല്ലേ. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 1 ആണല്ലോ. 7. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? ഞാൻ നോക്കൂ നിങ്ങളെ, 1ൻ്റെ കൂടെ നമ്മൾ എത്ര? 3 കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 4 വന്നത്. 4ൻ്റെ കൂടെ 3 കൂടെ കൂട്ടിയപ്പോഴാണ് നമുക്ക് 7 വന്നത്. അപ്പോൾ അടുത്ത എന്താണെന്ന് നമുക്കിതിങ്ങനെ ചെയ്യാതെ തന്നെ പറഞ്ഞുകൂടായോ? 7ൻ്റെ കൂടെ എത്ര? 7ഉം പിന്നെ 7ൻ്റെ കൂടെ 3 കൂടെ കൂട്ടുമ്പോൾ എത്ര നിങ്ങളെ? 10. 3 കൂടെ കൂട്ടാനാണ് ഈ പ്ലസ് ഇട്ട് വെച്ചിരിക്കുന്നത് 10. അപ്പം നമുക്കിതിങ്ങനെ എഴുതി കൂടായോ? അപ്പം ഇത്രയും നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. ഇതെങ്ങനെയാണ് കിട്ടിയെന്നൊന്ന് അറിയാൻ വേണ്ടിയാവും നിങ്ങൾ കേട്ടോ. എങ്ങനെ വരുന്നു നോക്കിക്കേ. അപ്പം നമ്മൾ തന്നിരിക്കുന്നതിൻ്റെ കൂടെ ഇപ്പോൾ 1 അല്ലേ, 2, 3 ഇതാണ് നാച്ചുറൽ നമ്പർ. അതിൻ്റെ ശിഷ്ടം 1 വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1,
അല്ലേ? ഈ പിന്നെ 4, പിന്നെ ഏതാ 7. സംശയം ഉണ്ടോ നിങ്ങളെ? ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 2 വരുന്നത്. ഇത് ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ 3ൻ്റെ ടേബിൾ എഴുതിയാലും നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും കുഞ്ഞുങ്ങളെ കേട്ടോ. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ? അടുത്ത ശിഷ്ടം 2 വരുന്നത്, ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ 2 വരുന്നത് 2 രീതി ഞാൻ പറയാം കേട്ടോ. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അതങ്ങ് എഴുതിയാൽ മതി. ശിഷ്ടം 2 വരുന്നത് നോക്കൂ നിങ്ങൾ ഇവിടെ. ഏതൊക്കെയാണ് ശിഷ്ടം 2 വരുന്നുണ്ട്. പിന്നെ ഏതാ 5 വന്നത് അല്ലേ? 2ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 5 വന്നേ? 3 അല്ലേ? ഇല്ലയോ? അപ്പോൾ അടുത്തത് എന്തുമായിരിക്കും? അതിൻ്റെ കൂടെ 3 കൂട്ടിയാൽ മതി. എത്ര? 8 അല്ലേ? അടുത്തതോ 8ൻ്റെ കൂടെ 3 കൂട്ടിയാലോ 11 അല്ലേ? 3 കൂട്ടി പോയത് മനസ്സിലായോ? 3 കൂട്ടി. അപ്പം നമുക്ക് ബാക്കി എഴുതാൻ പറ്റും. ഇതിന് കുറച്ചുകൂടി എളുപ്പവഴി എന്താണെന്നറിയാമോ? ഇപ്പം നമ്മൾ 3ൻ്റെ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ ഒരു മെത്തേഡൂടെ ഞാൻ പറയാം. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഇവിടെ നോക്കൂ നിങ്ങളെ, നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഏതിൻ്റെ ഡിവിഷൻ എഴുതാനാണ്? 3ൻ്റെ ആണ് അല്ലേ? 3ൻ്റെ ഡിവിഷൻ ആയപ്പം 3 1 3 3 അല്ലേ? 2 3 2 3 6 1 എഴുതിക്കും കേട്ടോ. 1 3 3 1 3 6 9 അല്ലേ? 12 ഇങ്ങനെയാണ് ടേബിൾ പോകുന്നത് കേട്ടോ. ഇങ്ങനെ വിചാരിച്ചോണം. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് 1നെ അതുപോലെ എഴുതുക. 1 കൂട്ടാനുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ എളുപ്പവഴി ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ശിഷ്ടം 1 വരുന്നത് എന്താണ്? റിമൈൻഡർ 1 വരുന്നത് ഏതാണെന്ന് വെച്ചാൽ 1. പിന്നെ ഏതാണ്? ഈ 3ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി. അപ്പം 4. 6ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി 7. 9ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി 10. 12ൻ്റെ കൂടെ 1 കൂട്ടിയാൽ മതി 13. ഇങ്ങനെ എഴുതാം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിലേതാ നിങ്ങൾക്ക് എളുപ്പമെന്ന് വെച്ചാൽ ഇത് എളുപ്പമാണെന്ന് തോന്നുന്നെങ്കിലും ഇത് എങ്ങനെ വന്നു എന്ന് ഇച്ചിരി കഴിയുമ്പോൾ ഒരു ഡൗട്ട് വരും. അതിനാണ് ഞാൻ ഇത്ര ഇതായിട്ട് ചെയ്ത് കാണിച്ചത്. എളുപ്പവഴി ഇതാണെന്ന് തോന്നുന്നു അല്ലേ? നമുക്ക് ഏതിൻ്റെ ഡിവിഷനാണോ ചോദിച്ചത് അത് എഴുതുക അല്ലേ? 3ൻ്റെ അല്ലേ? 3 6 9 12 അല്ലേ? അപ്പം നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുക? അത് എഴുതുക. ശിഷ്ടം 1 വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ 1 കൂടി കൂട്ടിയാൽ മതിയല്ലോ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ എന്താ? ശിഷ്ടം 2 റിമൈൻഡർ 2 വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ പോരാ കുഞ്ഞുങ്ങളെ? ഇല്ലയോ? ആദ്യം എങ്ങനെ എഴുതും? 2. പിന്നെ ഇതിൻ്റെ കൂടെ 3ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 5. 6ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 8. 9ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 11. 12ൻ്റെ കൂടെ 2 കൂടെ കൂട്ടിയാൽ 14. ഇങ്ങനെയും എഴുതാം എന്നാ പറഞ്ഞേ. മനസ്സിലായോ? ഇങ്ങനെയും നമുക്ക് എഴുതാവുന്നത്. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമായിട്ട് തോന്നുന്നത് അത് എഴുതിയാൽ മതി കേട്ടോ. അതായത് ഇതിപ്പോൾ ഇത് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കണമെന്നില്ല. ഇവിടെ ചിലപ്പോൾ 4 ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ 5 ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ 3 ആയതുകൊണ്ട് നമ്മൾ 3ൻ്റെ ടേബിൾ എഴുതുക. ശിഷ്ടം 1 അല്ലേ? ശിഷ്ടം 1 വരാൻ അതിൻ്റെ കൂടെ ഓരോന്നും കൂടെ കൂട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഓരോന്നും കൂടി കൂട്ടുക എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? അടുത്തത് എന്താ? ശിഷ്ടം 2 ആണെങ്കിൽ അതിൻ്റെ കൂടെ എന്താ? 2 കൂടി കൂട്ടുക. അപ്പം 2 5 8 11 14 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിനി ഒരു കോമൺ ഡിഫറൻസ് ആണോ എന്ന് കാണാൻ എന്തോ ചെയ്താൽ മതി? ഇതിൻ്റെ ഡിഫറൻസ് നോക്കിയാൽ മതി അല്ലേ? കോമൺ ഡിഫറൻസ് ഒക്കെ ഇന്നലെ നമ്മൾ പഠിപ്പിച്ചതാണ്. കോമൺ ഡിഫറൻസ് ആണോ എന്ന് നോക്കിയാൽ എന്താ? 2 1 നോക്കൂ നിങ്ങൾ. ഇതിൻ്റെ വ്യത്യാസം 3 അല്ലേ? ഇവിടെയും 3 അല്ലേ? ഇവിടെയും 3 അല്ലേ? അപ്പോൾ ഇതെന്താ? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് D = എത്ര? 3. ഓക്കെ ആണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നോക്കിയോ നിങ്ങൾ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other വേസ്. എന്ന് വെച്ചാൽ എന്താ? റൈറ്റ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ അറിയാമല്ലോ നമുക്ക്. ചെറുതിൽ നിന്നും വലുതിലോട്ടാണ് അസെൻഡിങ്. ഡിസെൻഡിങ് ആയിരുന്നെങ്കിൽ വലുതിൽ നിന്നും ചെറുതിലോട്ടും. അതൊക്കെ അറിയാമല്ലോ. ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ ആണ്. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യയാണ്. വിത്ത് ലാസ്റ്റ് ഡിജിറ്റ് 1 or 6. നമ്മൾ എഴുതുന്ന എണ്ണൽ സംഖ്യ എന്തോന്ന് നമ്മൾ പഠിച്ചു അല്ലേ? നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എഴുതേണ്ട കാര്യമില്ലല്ലോ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 എന്ന് എഴുതേണ്ടതാണ്. ഇതിനകത്തിൽ ലാസ്റ്റ് ഡിജിറ്റ് അവസാന സംഖ്യ 1 വരണം 6 വരണം. അപ്പം നോക്കിക്കേ, ഇവിടെ 1 ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റും ഫസ്റ്റ് ഡിജിറ്റും ഇല്ല 1. അതുപോലെ തന്നെ 6 എഴുതുമ്പോഴും അല്ലേ ഇത്. ഇനി നമുക്ക് എത്ര എഴുതാം? ലാസ്റ്റ് ഡിജിറ്റ് 1 വരണം. ഏതാ നിങ്ങളെ? 11 വരും അല്ലേ? ഇനി അടുത്തത് ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത് 16. 1ഉം 6ഉം വേണം ലാസ്റ്റ് വരാൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഏതാ? 21 പറ്റൂ അല്ലേ? പിന്നെ 26 പറ്റൂ. പിന്നെ 31 36 41 46 ഇങ്ങനെ പോവും. ഇപ്പോൾ പിടികിട്ടിയോ? നമ്മുടെ ചോദ്യം മനസ്സിലാക്കണേ. ലാസ്റ്റ് ഡിജിറ്റ് 1 6 വരണം. അസെൻഡിങ് ഓർഡർ അല്ലേ? ചെറുതിൽ നിന്നും വലുതിലോട്ടല്ലേ? പിന്നെ നാച്ചുറൽ നമ്പർ അല്ലേ? ഓക്കെ ആണല്ലോ.
ഇനി അവർ ചോദിച്ചത് എന്താണ്, ഡിസ്ക്രൈബ് ദി സീക്വൻസ് ഇൻ 2 other ways. നോക്കണേ നിങ്ങൾ ഇവിടുത്തെ നമ്മൾ അതിൻ്റെ ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാവുക, വിശദീകരിച്ച് എങ്ങനെയൊക്കെയാണെന്നൊന്ന് എഴുതാൻ. ഇവിടെ നോക്കിക്കേ, ഈ എത്രൻ്റെ കോമൺ ഡിഫറൻസ് കാണാവും നിങ്ങൾ. ഇവിടെ എത്രൻ്റെ ഡിഫറൻസ് ആണെന്ന് നോക്കിയേ. 1ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് നമുക്ക് 6 കിട്ടിയത്? 1ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ്? 5 അല്ലേ? 5 ആണ് അല്ലേ. ഈ 6ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 11 വന്നേ? 5 ആണ്. 5 കൂട്ടിയപ്പോഴാണ് അല്ലേ, പ്ലസ് കൂട്ടിയപ്പോഴാണ്. ഇനി 11ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 16 വന്നേ? 5 ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താവും നിങ്ങളെ? കോമൺ ഡിഫറൻസ് എല്ലാം ഒന്നല്ലേ ഇല്ലേ? കോമൺ ഡിഫറൻസ് അല്ലേ. അപ്പോൾ നമ്മൾ അതായത് 1, 6, 11 ഇങ്ങനെ വരുന്ന സംഖ്യയുടെ 1ൽ നിന്നും 5 കൂട്ടിയപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? 6 വന്നത്. 6ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് നമുക്ക് 11 വന്നത് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ 1ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ്, അത് നമ്മൾ എഴുതാനാണ് പറഞ്ഞത്. നിങ്ങളെ തുടർച്ചയായ 5, തുടർച്ചയായിട്ട് ഈ 5 തന്നെയല്ലേ കുഞ്ഞുങ്ങളെ പോകുന്നത് അല്ലേ. തുടർച്ചയായ 5ൻ്റെ കൂടെ 1 കൂട്ടി എഴുതിയപ്പോഴാണ് എന്ത് വന്നത്? അടുത്ത കിട്ടിയത് അല്ലേ. 5ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 6, 5ൻ്റെ കൂടെ 6ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 11, 11ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 16, അങ്ങനെ പോവും. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും നോക്കിക്കേ. ഇംഗ്ലീഷുകാരെങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? നോക്കിക്കേ, സീക്വൻസ് ഓഫ് എന്ന് വെച്ചാൽ ശ്രേണി എന്തോത്തിൻ്റെ? നാച്ചുറൽ നമ്പർ, എണ്ണൽ സംഖ്യയുടെ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ ആഡിങ് കൂട്ടിയപ്പോൾ എത്ര ആഡ് ചെയ്തേ? 5. റിപ്പീറ്റ് വീണ്ടും റിപ്പീറ്റ് അല്ലേ, റിപ്പീറ്റ്ലി ടു എത്ര വെച്ചാ? 1. 1ൻ്റെ കൂടെ 6 കൂട്ടി, 6ൻ്റെ കൂടെ വീണ്ടും 1 കൂടി കൂട്ടി, 5 കൂട്ടി, വീണ്ടും 1 കൂടി 5 കൂട്ടി, വീണ്ടും 1 കൂടി 5 കൂട്ടി വന്നു അല്ലേ. തുടർച്ചയായ 5 എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? മലയാളംകാരെങ്ങനെ എഴുതും? തുടർച്ചയായ 5 ഒന്നിനോട് അല്ലേ, ഒന്നിനോട് കൂട്ടി ഈ 5 എന്ന് പറയുന്ന ഒന്നിനോട് കൂട്ടി അല്ലേ എഴുതിയ ഒരു ശ്രേണിയാണ് അല്ലേ. ചുരുക്കി എഴുതുന്നേ ഉള്ളൂ കേട്ടോ. സംഭവം പിടികിട്ടിയോ എന്ന് വെച്ചാൽ ഇത് 1ൻ്റെ കൂടെ 5 കൂട്ടിയപ്പോഴാണ് 6, 6ൻ്റെ കൂടെ 5 കൂട്ടിയോ, അങ്ങനെ തുടർച്ചയായ 5 നമ്മൾ എഴുതി കൂട്ടിയതാണെന്ന് കേട്ടോ. ഡിസ്ക്രൈബ് ദ 2 രണ്ടെണ്ണം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി എഴുതാം. എങ്ങനെയാണെന്നറിയോ? ഇതിനെ 5 കൊണ്ട് ഹരിക്കുമ്പോഴും ശിഷ്ടം 1 വരുന്ന എണ്ണൽ സംഖ്യാ ശ്രേണിയാണ്. ഇതിനെയൊക്കെ 5 കൊണ്ട് ഹരിച്ചേ കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഇപ്പോൾ 6നെ 5 കൊണ്ടൊന്ന് ഹരിച്ചേ, ഒരു 5, ശിഷ്ടം 1 അതുപോലെ 11നെ 5 കൊണ്ടൊന്ന് ഹരിച്ചേ, എത്ര? 2 5 10, ശിഷ്ടം 1. 16നെ 5 കൊണ്ടൊന്ന് ഹരിച്ചേ കുഞ്ഞുങ്ങളെ, എത്ര? 3 5 15, ശിഷ്ടം 1. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ എല്ലാം ശിഷ്ടം 1 വരുന്നത്. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? സീക്വൻസ് ഓഫ് 2 എഴുതാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സീക്വൻസസ് എന്ന് വെച്ചാൽ ശ്രേണികളാണ്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ. ഈ തോനെയും വന്ന മലയാളവും ഇംഗ്ലീഷും എഴുതുന്നു കേട്ടോ. അവനവൻ്റെ എഴുതി എടുത്താൽ മതി കേട്ടോ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ എന്ത് വെച്ചാൽ ഡിവിഷൻ ബൈ 5 അല്ലേ. 5 വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും റിമൈൻഡർ എത്ര കുഞ്ഞുങ്ങളെ വന്നേ? 1 വന്നത് അല്ലേ. ഇങ്ങനെ എഴുതും 5 കൊണ്ട്. ഇതൊക്കെ സാധാരണ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഗഹനമായിട്ടൊക്കെ പറയാമെങ്കിൽ കുറച്ചുകൂടെ അല്ലേ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് സംഭവം പിടികിട്ടണം, അത്രയേ ഉള്ളൂ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം എത്ര കുഞ്ഞ് വന്നത്? ശിഷ്ടം 1 അല്ലേ. വരുന്ന എണ്ണൽ സംഖ്യയുടെ ശ്രേണിയാണിത്. എണ്ണൽ സംഖ്യാ ശ്രേണിയാണ്. ഇത്ര എഴുതിയാൽ മതി. 2 എഴുതാനേ ചോദിച്ചുള്ളൂ. ഇംഗ്ലീഷുകാർ ഇത് 2 അല്ലേ, മലയാളംകാർ ഇതും. ഇത് വലിയ മാത്സിൻ്റെ വലിയ ഇതായിട്ടൊന്നും അല്ല കുഞ്ഞുങ്ങളെ. സംഭവം എന്തുവാണെന്നൊന്നും അറിയാമെന്നുള്ളതാണ് കേട്ടോ. നമ്മൾക്ക് ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ സീക്വൻസ് നമ്പർ 1 നമുക്ക് എന്ത് വരണം? റിമൈൻഡർ 1 വരണം, 6 വരണം. അപ്പം നമ്മൾ നാച്ചുറൽ നമ്പർ എഴുതുക, അതിനകത്തിൽ എന്ത് ചെയ്യുക? അതിനെ ഇങ്ങനെ എഴുതുക എന്നുള്ള. ഇനി ഇത് ഞാൻ പറഞ്ഞ അത്രയും സമയം കളയുന്നില്ല. ഇത് കുറേ പറഞ്ഞു, ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത് നോക്കാം.
അടുത്ത നോക്കണം കുഞ്ഞുങ്ങളെ, നമ്മുടെ നിങ്ങളുടെ ടെസ്റ്റിനകത്തിൽ ഒരുപാട് ഇങ്ങനെ നിങ്ങളോട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇത് കോമൺ ഡിഫറൻസ് കാണാൻ. കോമൺ ഡിഫറൻസ് ഒക്കെ ഇന്നലെ ഞാൻ എടുത്തതാ, എന്നാലും പറയുക നോക്കി കുഞ്ഞുങ്ങളെ. 1, 2, 3, 4 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എങ്ങനെയാ? കോമൺ ഡിഫറൻസ് കാണാൻ ഒരു എളുപ്പവഴിയുണ്ട് കുഞ്ഞുങ്ങളെ. ഇവിടെ നോക്കണം, എളുപ്പവഴിയാന്ന് പറയാം. ഇപ്പം 2, 4, 6, 8 ഇങ്ങനെ പോവാം അല്ലേ. ഇതിൽ നമ്മൾ X1 എന്നോ A1 എന്നോ ഒക്കെ കൊടുക്കാം കേട്ടോ. CBSEയുടെ ലാത്തിൽ അങ്ങനെ ഞാനത് പഠിക്കുമ്പോൾ A1 ഇട്ടാ ചെയ്യുന്നത്. അപ്പം നമുക്ക് എളുപ്പം എന്ന് വെച്ചാൽ അരിത്മെറ്റിക്കിൻ്റെ A ഒക്കെ വെച്ച് നമുക്ക് ഇത് നിങ്ങൾക്ക് X1 എന്നോ X2 എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. A1 ഇട്ടാലും ശരിയാണ് കേട്ടോ. X4 ഇങ്ങനെ അങ്ങനെ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡിഫറൻസ് കാണുന്നത് എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം. കോമൺ ഡിഫറൻസ് കേട്ടോ. CD എന്ന് ഞാൻ എഴുതിയേക്കുന്ന ഓർത്തോണേ. കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം കാണുന്നത് ഈ X2 മൈനസ് X1 ആണ്. X2ൽ നിന്നും X1 കുറയ്ക്കാം. 4 മൈനസ് 2 ഈസിക്കൽ ടു 2. ഇതാണ് പൊതുവ്യത്യാസം. ഇത് നമ്മളെല്ലാം എടുത്ത് നോക്കണം. ഇപ്പം നമ്മൾ 4നെ 2 എടുത്ത പോലെ വേറെ 6നെ 4 എന്ന് വെച്ചാൽ X3യെ X2 കൊണ്ട് കുറയ്ക്കണം. X4നെ X3 എന്ന് വെച്ചാൽ ബാക്കി കിടക്കുന്നതിനെ, പ്രീവിയസ് അല്ലേ, ബാക്കി കിടക്കുന്നതിനെ എന്ത് ചെയ്യുക? ഫ്രണ്ടിൽ കിടക്കുന്ന എന്ന് വെച്ചാൽ ഈ 4നെ 2, 6നെ 4, 8നെ 6 അങ്ങനെ കുറച്ച് എഴുതണം. അപ്പോൾ എല്ലാം ഒരേ ആൻസറാണ് വരുന്നതെങ്കിൽ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് വെച്ചാൽ സെയിം അല്ല, ഒരേപോലെയാണ്. ഇവിടെ എത്ര? അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഈസിക്കൽ ടു 2 ആണ്. ഇവിടെ എല്ലായിടവും 2 ആണ്. മനസ്സിലായോ? കോമൺ ഡിഫറൻസ് കാണാൻ പഠിച്ചോ കുഞ്ഞുങ്ങളെ? അങ്ങനെ ഇത് നോക്കിക്കേ. 1, 2, 3 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്, ഇവിടുത്തെ CD കോമൺ ഡിഫറൻസ് എത്ര കുഞ്ഞുങ്ങളെ? 1 ആണ്. ഇവിടെ നോക്കിയാൽ 2, 4, 6, 8 ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 ആണ്. 1, 3, 5, 7 എത്ര? 2 ആണ് അല്ലേ. CD കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ പൊതുവ്യത്യാസം എന്നാണ് കുഞ്ഞുങ്ങളെ മലയാളം. 2 ആണ്. 5, 10, 15, 20 കോമൺ ഡിഫറൻസ് ഈസ് 5 ആണ്. 1/2, 1, 1/2 നോക്കണേ കുഞ്ഞുങ്ങളെ. 1/2 ഹാഫ് 1, 1/2 2, 2/2 3, 3/2 4, 4/2 അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇല്ലേ. ഇത് തുടക്കം ആയതുകൊണ്ട് 1/2, 1, 1/2 എന്തോ ഒരു ഇല്ലേ കേൾക്കുമ്പോൾ എന്തോ പോലെ. പക്ഷേ 1/2, 1, 1/2 2, 2/2 അങ്ങനെ പറയുമ്പോൾ അവിടെ എത്രൻ്റെ വ്യത്യാസം കുഞ്ഞുങ്ങളെ? 1/2 അല്ലേ. ഹാഫിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ അവിടെ എല്ലായിടും ഹാഫിൻ്റെ വ്യത്യാസമാണ് 1/2യുടെ. അടുത്ത് നോക്കിയാൽ 180, 180, 180 അല്ലെ 360, 360 നോക്കണേ കുഞ്ഞുങ്ങളെ. ഇവിടെ എല്ലാം എന്താണ്? സീറോയുടെ കേട്ടോ. ഒന്നുമില്ല എന്നല്ല, സീറോ ആഡ് ചെയ്താണ്. 180ൻ്റെ കൂടെ സീറോ കൂട്ടിയപ്പോൾ 180, 180ൻ്റെ കൂടെ സീറോ അല്ലേ. 180 മൈനസ് 0 കേട്ടോ. അങ്ങനെ X2 മൈനസ് X1 അല്ലേ. അതായത് ഒരേ നമ്പർ വന്നു കഴിഞ്ഞാൽ 0 ആണ് കേട്ടോ. 360, 360, 360ൻ്റെയും കോമൺ ഡിഫറൻസ് എത്ര? 0 ആണ് കേട്ടോ. ഓക്കെ ആണോ? അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമൺ ഡിഫറൻസ് എന്തുകൊണ്ടാണ്? നമുക്കിത് ഈ പാറ്റേൺ എല്ലാം നമുക്ക് വൃത്തിയായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. കോമൺ ഡിഫറൻസ് എങ്ങനെയാണെന്ന് കാണാൻ നമ്മൾ പഠിച്ചു അല്ലേ. നോക്കൂ നിങ്ങളിവിടെ 100, 90, 70, 40 എന്നൊരു സംഖ്യ തരിക. 100ൽ നിന്നും എത്ര നോക്കിയേ? 90ൻ്റെ കൂടെ എത്ര ഇവിടെ നമ്മളിങ്ങനെ എഴുതാം. X1, X2, X3, X4 എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അപ്പം നമ്മൾ ആദ്യമേ ഇത് നോക്കിക്കേ. 90 മൈനസ് 100 ആണ് അല്ലേ. എത്ര വരുന്നത്? -10 ആണ് വരുന്നത് അല്ലേ. അടുത്ത നോക്കിയേ. 70 മൈനസ് 90 എത്ര വന്നേ? -20 വന്നേ. അടുത്ത് നോക്കിയേ. 40 മൈനസ് 70 എത്ര വന്നേ? -30 എന്ത് ഈ മൈനസ് വന്നത് എന്തുകൊണ്ടാവും നിങ്ങളെ? ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ കുറയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത് കേട്ടോ. നോക്കിയേ. 90, 90നേക്കാൾ വലുതല്ലേ 100, അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വന്നത്. 90ൽ നിന്ന് 100 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. 70ൽ നിന്ന് 90 കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് അവിടെ മൈനസ് വന്നത് കേട്ടോ. അതൊക്കെ അറിയാമല്ലോ. 40 മൈനസ് 70 എന്താവും നിങ്ങളെ? 4, 3 ആണ് 7 -30. അപ്പോൾ നോക്കിക്കേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് -10, ഇവിടെ -20, -30. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഒരുപോലെയാണോ? ആണോ? അല്ല. അപ്പോൾ ഇതെന്താ? ഒരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കോമൺ ഡിഫറൻസ് ഒരുപോലെ ആയെങ്കിൽ മാത്രമേ അതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി ആവത്തുള്ളൂ. അപ്പോൾ ഇതെന്താ? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. എപ്പോഴും ഓർത്തോണം കേട്ടോ. രണ്ടാമത് കിടക്കുന്നതിനെ ഒന്നാമത് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നോ നോക്കുക. മൂന്നാമത് കിടക്കുന്നതിൽ നിന്നും രണ്ടാമത്തത് കുറയ്ക്കുമ്പോൾ എന്ത്? അത് രണ്ടും ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരേ നമ്പർ ആണോ. പിന്നെ ഒത്തിരി അങ്ങ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. കോമൺ ഡിഫറൻസ് നമ്മൾ കുറേ ചെയ്തതാണ്. 1, 3, 5, 7 ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ എന്താ? നിങ്ങൾ ഒന്നുകിൽ A1, A2, A3, A4 ഇങ്ങനെ വേണമെങ്കിൽ ഇടാം.
ഇങ്ങനെ വേണമല്ലോ ഇടാം കേട്ടോ, x1 x2. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഇത് തരുന്നത് കേട്ടോ, x4. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമേ x2ൽ നിന്നും x1 കുറയ്ക്കുക, പിന്നെ x3ന്ന് x2 കുറയ്ക്കുക. അപ്പോൾ ഇവിടെ എല്ലാം എന്താ 2 വന്നത്. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര കുഞ്ഞുങ്ങളെ 2. കോമൺ ഡിഫറൻസ് കാണാൻ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കും. ഓക്കെ ആണല്ലോ. ഇത് നമ്മൾ കുറേ ചെയ്തതാണ് എന്ന് വെച്ചാൽ ഫസ്റ്റും സെക്കൻഡും ലിങ്കിൽ കോമൺ ഡിഫറൻസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാവുന്നില്ല കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് കയറി ഒന്ന് കാണണേ. അടുത്ത നോക്കി കുഞ്ഞുങ്ങളെ പേജ് നമ്പർ 13 കേട്ടോ. കാരണം 12-നകത്തിലൊക്കെ നിങ്ങളൊന്ന് നോക്കണേ. അത് നമ്മൾ ഈ ഇതുപോലെ എന്താ കോമൺ ഡിഫറൻസ് കാണാനും അരിത്മെറ്റിക് സീക്വൻസും ഒക്കെയാണ് നമ്മൾ കുറേ ചെയ്തതാണ്. ഇനി അതുകൊണ്ട് അത്രയും സമയം വേസ്റ്റ് ആക്കണ്ട. പേജ് നമ്പർ 13 നോക്കണേ ചോദ്യം. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസ് ഗിവൺ ബിലോ ആസ് അരിത്മെറ്റിക് സീക്വൻസ് ഗിവ് റീസൺസ് ആൾസോ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ്. നോക്കിയേ, നമുക്ക് ഓരോ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഇതിനകത്തിലെ ഓരോ അരിത്മെറ്റിക് സീക്വൻസിനെ കുറിച്ച് നമുക്ക് എഴുതണം അല്ലേ. കോമൺ ഡിഫറൻസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഇവിടെ അതൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ചോദ്യം നോക്കിയേ, നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. ഓർമ്മയുണ്ടോ? ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. എന്താ നിങ്ങളെ ഒന്നാമത്തെ എന്താ എഴുതിയേക്കുന്നത്? ഞാൻ ഒന്നും കൂടി അങ്ങ് എഴുതാം. നാച്ചുറൽ, നമ്മൾ മുമ്പ് പഠിച്ചില്ലായിരുന്നോ? ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നു. നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 വരണം. ഏതാ? ഡിവിഷൻ ബൈ 4. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത്. മുമ്പ് നമ്മൾ 3ൻ്റെ ചെയ്തില്ലേ കുഞ്ഞുങ്ങളെ, അത് തന്നെയാണ് കേട്ടോ. നമുക്ക് നാച്ചുറൽ നമ്പർ എന്ന് കേട്ടാൽ ഇപ്പം നമ്മൾ ഒത്തിരി വട്ടം പറഞ്ഞതാ അല്ലേ. നാച്ചുറൽ നമ്പർ 1 2 3 4. നാച്ചുറൽ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 4 എന്ന് പറയുന്നതാണ്. സംശയമില്ലല്ലോ. നമ്മളോട് ചോദിച്ചത് എന്താ? ഡിവിഷൻ ബൈ 4. അപ്പം നമുക്ക് 4ൻ്റെ ഡിവിഷൻ എഴുതിക്കൂടാ കുഞ്ഞുങ്ങളെ. എങ്ങനെ എഴുതാം? മൾട്ടിപ്പിൾസ് ഓഫ് എന്തിൻ്റെ ഡിവിഷനാ ചോദിച്ചാൽ 4. എങ്ങനെ എഴുതും? 0, എല്ലാത്തിനും 0 ഉണ്ട് കേട്ടോ. 0 4 1 4 2 4 8 3 4 12 4 16 4 20 അങ്ങനെ പോവും. കണ്ടോ? ഇപ്പോൾ ഓക്കെ ആണോ? നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ 1 2 3 4 5 എന്നും പറഞ്ഞ് പോകുന്നതാണ് നാച്ചുറൽ നമ്പർ അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 4, ഡിവിഷൻ 4 അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വെച്ചാൽ 4ൻ്റെ ടേബിൾ എഴുതിയല്ലോ. ഇത്രയും ഓക്കെ ആണോ? മുമ്പ് നമ്മൾ പറഞ്ഞ രീതി അനുസരിച്ച് നമുക്ക് എങ്ങനെ ചെയ്യാം നിങ്ങളെ ഇതിൽ? എങ്ങനെ ചെയ്യാം? നമുക്ക് ഈ തന്നിരിക്കുന്ന ടേബിളിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യും? റിമൈൻഡർ 1 വരത്തില്ലേ? മുമ്പ് ചെയ്ത മനസ്സിലാവുന്നവർക്ക് അറിയാൻ പറ്റും. ഈ ടേബിളിൻ്റെ കൂടെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ടൊന്നും. ഇപ്പം 4ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടി എത്ര കുഞ്ഞുങ്ങളെ? 5 ആണ്. ഒന്നുകൂടെ കൂട്ടി അപ്പോൾ 5നെ നമ്മൾ 4 കൊണ്ട് ചെയ്തപ്പോൾ 1 4 4 റിമൈൻഡർ 1 വന്ന് കണ്ടോ. ഇനി അടുത്ത 8ൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയ 9. 9നെ നമ്മൾ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ 2 4 8 ആണ്. റിമൈൻഡർ 1 വന്നു. ഇപ്പം മനസ്സിലായോ? ഇതിൻ്റെ എല്ലാം കൂടെ ഓരോന്നും കൂടെ കൂട്ടിയാൽ അപ്പം നോക്കണേ. ഇപ്പം 0യുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ അപ്പം നമ്മളങ്ങ് എഴുതും. നമ്മളോട് ചോദിച്ച നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 അല്ലേ. റിമൈൻഡർ 1 വരുന്നത് ഏതൊക്കെയാ? റിമൈൻഡർ 1 ശിഷ്ടം 1 എന്നൊക്കെ എഴുതണേ കുഞ്ഞുങ്ങളെ. ഞാൻ ചുരുക്കി എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങനെ എഴുതിയത് ശിഷ്ടം 1 അല്ലെങ്കിൽ റിമൈൻഡർ 1 വരുന്നത് ഏതൊക്കെയാണെന്ന്. അപ്പം 0യുടെ ആദ്യമേ 1 എഴുതണം. 4ൻ്റെ എത്ര? 5 എഴുതണം. ഒന്ന് കൂട്ടുക കേട്ടോ. 8ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 9. 12ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 13. 16ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 17. 20ൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ 20. ഇങ്ങനെ പോകും. ഇപ്പം മനസ്സിലായി? മുമ്പ് പറഞ്ഞ അതേ രീതി തന്നെ കുഞ്ഞുങ്ങളെ. ഇത് നല്ലപോലെ അങ്ങ് പഠിക്കണേ. ഇതിലെ കണക്ക് എന്തായാലും കാണാം കേട്ടോ. ശിഷ്ടം 1 വരുന്നതാണിത്. അപ്പം ശിഷ്ടം 2 വരുന്നതോ? റിമൈൻഡർ അല്ലെങ്കിൽ ശിഷ്ടം 2 വരുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ഇതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ പോരെ ഇല്ലേ. അപ്പം എങ്ങനെ എഴുതും? ഇവിടെ നമ്മുടെ അടുത്ത് 1 ചോദിച്ചുള്ളൂ അല്ലേ. റിമൈൻഡർ 1 വരുന്ന ഏതാണെന്നേ ചോദിച്ചുള്ളൂ. അപ്പം നമ്മൾ 2 എഴുതണ്ട. മുമ്പലത്തേനായിരുന്നു അല്ലേ. ഇപ്പം നമ്മളോട് ചോദിച്ചാൽ എന്താ? റിമൈൻഡർ 1 വരുന്നത് ഇതാണ്. അപ്പോൾ ചോദിക്കുന്നതിന് മാത്രം നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഇനി നോക്കിക്കേ, ഇതിൻ്റെ മേളിൽ പറഞ്ഞിട്ടുണ്ട് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് കാണാം. ഫൈൻഡ് ദി കോമൺ ഡിഫറൻസ്. നോക്കൂ കുഞ്ഞുങ്ങളെ, ഇവിടെ കോമൺ ഡിഫറൻസ് 1 5 9 13. 1ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 5 വന്നത്? എത്ര? 4 ആണ് അല്ലേ. അപ്പം 4 കൂട്ടി. 5ൻ്റെ കൂടെ 4 കൂട്ടിയപ്പോഴാണ് 9. 9ൻ്റെ കൂടെ 4. അപ്പോൾ ഇവിടെ എല്ലാം എന്ത് വന്നു? 4. അപ്പോൾ നമ്മൾ കോമൺ ഡിഫറൻസ് എത്ര കുഞ്ഞുങ്ങളെ? അതായത് കോമൺ ഡിഫറൻസ് എന്ന് വെച്ചാൽ കുറച്ചുകൂടി എളുപ്പവഴി ഞാൻ പറഞ്ഞായിരുന്നു അല്ലേ. ഇത് ഫസ്റ്റ് ടൈം അല്ലേ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നും പറഞ്ഞാൽ അല്ലെ. x1 x2 x3 അല്ലെങ്കിൽ A1 A2 എന്ന് എഴുതാം. അപ്പം ചെയ്യാൻ അറിയണേ. ഒന്നുകിൽ x2 മൈനസ് x1, അതായത് 5 മൈനസ് 1. 5 മൈനസ് 1. x2ൽ നിന്ന് x1 കുറയ്ക്കുക. എത്ര? 4 ആണ്. അടുത്ത എത്ര? x3. ഇനി അത് എഴുതേണ്ട കാര്യമില്ല. x3 മൈനസ് x2.
ഇതിലും വേറെ ഇക്വേഷനൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഫസ്റ്റ് ലിങ്ക് കണ്ടവർക്കറിയാം, കുറച്ചുകൂടി എളുപ്പവഴിയുള്ള ഒരെണ്ണമുണ്ട്. അതുപോട്ടെ. അപ്പം അടുത്ത ഏതാ? 9 - 5 എത്ര? 4 അടുത്ത 13, തൊട്ട് ലെഫ്റ്റിൽ കിടക്കുന്നത് കുറച്ചാൽ മതി. 13 4, 17 13 പോയാൽ 4, എല്ലാം 4. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര കുഞ്ഞുങ്ങളെ? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 4. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ആ കണക്ക് ഓക്കെ ആണോ? ഇതുപോലെ ഇനിയുണ്ടേ. അടുത്ത നോക്കിയോ കുഞ്ഞുങ്ങളെ, നാച്ചുറൽ നമ്പർ ലിവിങ്, മുമ്പത്തെ ഒന്നാമത്തെ അതിൻ്റെ ടെസ്റ്റിൽ നല്ലപോലെ അറിയാലോ. നാച്ചുറൽ നമ്പർ ലിവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. മുമ്പ് നമ്മൾ 1 എഴുതിയതാണ് അല്ലേ. ഇനി അത് തന്നെ എന്താ നാച്ചുറൽ നമ്പറിൻ്റെ 4ൻ്റെ ടേബിൾ നമ്മളപ്പോൾ ഒന്നുകൂടെ എഴുതുക. രണ്ടാമത്തെ ചോദ്യമാണ്. 4ൻ്റെ ടേബിൾ എന്താ കുഞ്ഞുങ്ങളെ? 0. നിങ്ങൾ 0 ഇടണം കേട്ടോ. 4 8 12 16 20 ഇങ്ങനെ 4ൻ്റെ മൾട്ടിപ്പിൾ എഴുതുക. കാരണം ഡിവിഷൻ ബൈ 4 ആണ് അല്ലേ. നാച്ചുറൽ നമ്പർ നമുക്കറിയാലോ, മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. 1ൻ്റെ നമ്മൾ മുമ്പേ എഴുതിയതാണ് അല്ലേ. ഏതൊക്കെയാണ്? ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി അല്ലേ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടുക, അതായത് +1 ഒന്നുകൂടെ കൂട്ടിയാൽ മതി അല്ലേ. അതായത് റിമൈൻഡർ 1ൻ്റെ കേട്ടോ, റിമൈൻഡർ 1ൻ്റെ +1. അപ്പോൾ 1 5 9 13 17 21 എന്ന് പറഞ്ഞ് പോവും. ഇനി റിമൈൻഡർ 2 വരുമ്പോൾ ഏതാ? +2 ഇട്ട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഏതാ? ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ എത്ര? 2 6 10 14 18 22. ഇപ്പം നിങ്ങൾക്ക് പിടികിട്ടി കാണും അല്ലേ. നമ്മൾ ടേബിൾ അതുപോലെ എഴുതുക. ശിഷ്ടം 1 ആയതുകൊണ്ട് 1 കൂട്ടി അതിൻ്റെ കൂടെ 1 കൂട്ടി എഴുതുക. ശിഷ്ടം 2 ആയതുകൊണ്ട് അതിൻ്റെയും കൂടെ 1. അപ്പോൾ 2 ആയില്ലേ. 0ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 2, 4ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 6, 8ൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ 10. മനസ്സിലായോ? ഓക്കെ. ഇനി അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. ഇനി നമുക്ക് എന്താ ഈ ചോദിച്ചേക്കുന്നത് എന്താ? 1 or 2 ഓൺ രണ്ടിൻ്റെയും കാണണം അല്ലേ. നമുക്ക് 2 സീരീസും വേണം, രണ്ടും വേണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇതിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? എങ്ങനെ എഴുതും നോക്കിക്കേ. 1 ഉണ്ട്, പിന്നെ 2 ഉണ്ട്, പിന്നെ 3 ഉണ്ടോ? ഇല്ല. 4 ഉണ്ടോ? ഇല്ല. പിന്നെ 5 6. ഇത് നോക്കണേ, ഒരു 1 2 3 4 ഇല്ല, 5 6. പിന്നെ അപ്പോൾ 7 8 ഇല്ല, 9 10 ഉണ്ട്. പിന്നെ 11 12 ഇല്ല, 13 14 ഉണ്ട്, 15 16 ഇല്ല, 17 18 ഉണ്ട്. ഇത്ര എഴുതേണ്ട കാര്യമില്ല. ഓക്കെ. ഇതിനകത്ത് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ളതാണ്. ഇത് അതിൻ്റെ കോമൺ ഡിഫറൻസ് കാണുക എന്നുള്ളത്. ഇവിടെ കിട്ടിയേക്കുന്ന നമുക്ക് ഇത് കിട്ടിയത് അറിയാമല്ലോ കുഞ്ഞുങ്ങളെ, ഇതും കിട്ടിയേ അറിയാമല്ലോ. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ ഡിഫറൻസ് എല്ലാം, ഈ കണക്കിൻ്റെ എല്ലാം കോമൺ ഡിഫറൻസ് കാണണം. അപ്പോൾ നോക്കിക്കേ, കോമൺ ഡിഫറൻസ് നോക്കൂ കുഞ്ഞുങ്ങളെ. നമ്മൾ x1 x2 x3 x4 x5 ഇതല്ലേ, A1 A2 A3 ഇല്ലേ. ഇത് ഫസ്റ്റ് ടേം, സെക്കൻഡ് തേർഡ്, ഇതിനെല്ലാം ടേം എന്ന് അതൊക്കെ നമ്മുടെ ഫസ്റ്റ് ലിങ്കിൽ പറഞ്ഞതാണ്. ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് കേട്ടോ, ടേമുകളാണ്. ഇത് ഓരോ നമ്പറുകളും ഓരോ ടേംസുകളാണ് കേട്ടോ. അപ്പം നമുക്ക് നോക്കൂ കുഞ്ഞുങ്ങളെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കാണണം. അപ്പം 1ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 2, പക്ഷേ 2ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 5 അല്ലേ. 5ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 6, 6ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോഴാണ് 9, 9ൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 10, 10ൻ്റെ കൂടെ വീണ്ടും 3. അപ്പം നിങ്ങൾക്ക് എന്ത് ഇതിൽ നിന്ന് മനസ്സിലായി? 1 3 1 3 1 3 ഇങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് മനസ്സിലായി. അപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ് കാണാൻ പറ്റുമോ കുഞ്ഞുങ്ങളെ? അതായത് 2 - 1 എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. അടുത്ത ഏതാ? 5 - 2 എന്ന് പറയുന്നത് 3 ആണ് അല്ലേ. 6 - 5 എന്ന് പറയുന്നത്, അതായത് മനസ്സിലായല്ലോ, ഇതിൽ x2 - x1. ഇത് കാണാൻ കോമൺ ഡിഫറൻസ് അറിയാമല്ലോ കുഞ്ഞുങ്ങളെ. x2 - x2 എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 x2 x3 x4 എന്ന് നമ്മൾ പേര് അല്ലേ, പദം. അപ്പോൾ അതിൻ്റെ രണ്ടാം പദത്തിൽ നിന്നും ഒന്നാം പദം കുറയ്ക്കുക. രണ്ടാം പദത്തിൽ നിന്നും 1, മൂന്നാം പദത്തിൽ നിന്നും രണ്ടാം പദം കുറച്ചു 3. അപ്പോൾ അടുത്ത 1 3. ഇത് നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി അല്ലേ. ഇപ്പോൾ എന്താ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? ഡിഫറൻ്റ് ആണ് അല്ലേ കുഞ്ഞുങ്ങളെ. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഡിഫറൻ്റ്. അപ്പോൾ എന്തോ എഴുതും? ഒറ്റ വാക്കിൽ എഴുതുവാണെങ്കിൽ എന്താ? ഇവിടെ there is no common difference. ഇവിടെ ഡിഫറൻറ്റ് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം പല നമ്പർ ആവുന്നത് അല്ലേ. അപ്പോൾ നമ്മളങ്ങനെ എഴുതും there is no common difference. അതുകൊണ്ട് ഇവിടെ എന്താ? this is അല്ലെ this series അല്ലെങ്കിൽ this sequence എന്നോ സീരീസ് എന്നോ കേട്ടോ. ഈ സീരീസിൽ അല്ലെ സീക്വൻസ്, ഈ സീരീസ് അല്ലേ സീക്വൻസ് എന്ന് എഴുതിയാലും മതി. നോട്ട് അരിത്മെറ്റിക് സീക്വൻസ് കേട്ടോ. നോട്ട് ഇത് ചുരുക്കി അങ്ങ് എഴുതുന്നാവും നിങ്ങൾ കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസ് സംഭവം നിങ്ങൾക്ക് പിടി കിട്ടുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണോ?
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ചോദിച്ച ചോദ്യം മനസ്സിലാക്കണം നിങ്ങളെ. ഈ ചോദ്യം തന്നെ പരീക്ഷയ്ക്കതുമല്ല നമ്പർ മാറ്റിയായിരുന്നത്. നാച്ചുറൽ നമ്പർ റിമൈൻഡർ 1ഉം 2ഉം ഏതാ ഡിവിഷൻ ബൈ 4. അപ്പോൾ നമ്മൾ 4ൻ്റെ ടേബിൾ 0 എഴുതാൻ മറക്കല്ലേ. 4ൻ്റെ ടേബിൾ അങ്ങ് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ റിമൈൻഡർ 1 വരണമെങ്കിൽ ഇതിൻ്റെ കൂടെ 1 കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. റിമൈൻഡർ 2 ആണെങ്കിൽ ഈ ഡിവിഷൻ്റെ കൂടെ 2 കൂട്ടി അങ്ങ് എഴുതിയാൽ മതി. ഇനി ഇത് രണ്ടും കൂടി എഴുതി വെച്ചേക്കുവാണിത്. ഇതിൻ്റെ അരിത്മെറ്റിക് സീക്വൻസിലെ അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ, അതിനകത്തിലെ കോമൺ ഡിഫറൻസ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് കാണാൻ നമ്മളിപ്പോൾ കുറേ പഠിച്ചു. ഇതിനകത്തിൽ കോമൺ ഡിഫറൻസ് അല്ല, ഡിഫറൻറ്റ് നമ്പറുകളാണ് വരുന്നത്. അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല, നോട്ട് അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ ആണോ? നോക്കൂ നിങ്ങളെ, അടുത്ത അതിൻ്റെ മൂന്നാമത്തെ കേട്ടോ, അത് ഒരു 5-6 ചോദ്യമുണ്ട്. ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ 5-6. നോക്ക്, സ്ക്വയർ ഓഫ് നാച്ചുറൽ നമ്പർ. നാച്ചുറൽ നമ്പർ എന്ന് വെച്ചാൽ എണ്ണൽ സംഖ്യ, സ്ക്വയർ എന്ന് വെച്ചാൽ വർഗ്ഗം അല്ലേ, എണ്ണൽ സംഖ്യയുടെ വർഗ്ഗം. നോക്കൂ, എണ്ണൽ സംഖ്യ നമുക്കറിയാം അല്ലേ. ഇനി എഴുതണം 1, 2, 3, 4. ഇത് എണ്ണൽ സംഖ്യയാണ് അല്ലേ. ഇതിൻ്റെ വർഗ്ഗം കാണുന്നത് എങ്ങനെയാ കുഞ്ഞുങ്ങളെ? 1ൻ്റെ വർഗ്ഗം 2 എന്ന് വെച്ചാൽ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, അങ്ങനെ 5ൻ്റെ സ്ക്വയർ, 6ൻ്റെ സ്ക്വയർ എന്ന് പറയും. ഇതാണ് അതിൻ്റെ വർഗ്ഗം. 1ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 1 ആണ്, 2ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 4 ആണ്, 3ൻ്റെ സ്ക്വയർ 6 എന്ന് എഴുതി വെക്കല്ലേ കേട്ടോ. 3 × 2 അല്ല, 3 × 3. 3 2 വെട്ടം ഉണ്ടെന്ന്, അപ്പോൾ 9 ആണ്. 4 × 2 8 എന്ന് എഴുതി വെക്കുമോ? 4 × 4 16 ആണ് കേട്ടോ. അപ്പോൾ 5ൻ്റെ സ്ക്വയർ 5 × 5 25, അങ്ങനെ 6 6 36 എന്നും പറഞ്ഞ് അങ്ങ് പോവും. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് സീക്വൻസ്. ഇത് ഓക്കെ ആണല്ലോ. ഇതിനി എന്താ അരിത്മെറ്റിക് സീക്വൻസ് ആണോ നോക്കാം നമുക്ക്. ഇതിൻ്റെ അകത്തിലെ കോമൺ ഡിഫറൻസും കാണാം കുഞ്ഞുങ്ങളെ. അരിത്മെറ്റിക് നോക്കിക്കേ, ഇവിടെ വന്നിരിക്കുന്നത് 1, 4, 9, 16, 25 എന്നാണ്. നോക്കൂ കുഞ്ഞുങ്ങളെ, 1ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 4 വന്നത്? 3. 4ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 9 വന്നത്? 5 അല്ലേ. 5 4 9. 9ൻ്റെ കൂടെ എത്ര കൂട്ടിയപ്പോഴാണ് 16 വന്നത്? 9 10 11 12 13 14 15 16. എത്ര കുഞ്ഞുങ്ങളെ? 7. അപ്പോൾ നോക്കിക്കേ, 1 3 5. അടുത്ത ഏതാ? 9 ആയിരിക്കും അല്ലേ. അത് നോക്കിക്കേ, ഒരേ നമ്പർ ആണോ? ഡിഫറൻറ്റ് നമ്പർ. അപ്പോൾ അല്ലയോ, ഡിഫറൻറ്റ് നമ്പർ ഒരേ നമ്പർ ആണോ? അല്ല. നമുക്ക് ഈ 2 എണ്ണം വരുമ്പോഴേ നമുക്കറിയാം ഡിഫറൻ്റ് ആയി, പിന്നെ അത്രയും ചെയ്യേണ്ട കാര്യമില്ല, അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? ഇവിടെ എന്താ? ദെയർ ഈസ് നോ പൊതുവ്യത്യാസം അല്ലേ, നോ കോമൺ ഡിഫറൻസ്. ഇവിടെ കോമൺ ഡിഫറൻസ് ഒരുപോലെ അല്ല. ദിസ് ഈസ്, അതുകൊണ്ട് ഇതെന്താ? ദിസ് ഈസ്, ഇതൊക്കെ കൊച്ചു പിള്ളേരുടെ കൂട്ടങ്ങ് എഴുതുക കേട്ടോ. ദിസ് ഈസ് എന്താ? നോട്ട്. ഇതെങ്കിലും അങ്ങ് എഴുതണം കേട്ടോ. അരിത്മെറ്റിക് സീക്വൻസ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതേ ഉള്ളൂ കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ ആണോ? ഇതുകൊണ്ട് ഇതെന്താ? ഇവിടെ കോമൺ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ് അല്ലേ, അതുകൊണ്ട് ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? അടുത്ത നോക്കിയോ നിങ്ങളെ, റെസിപ്രോക്കൽ ഓഫ് നാച്ചുറൽ നമ്പർ. എന്തു ഈ റെസിപ്രോക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽക്രമം എന്ന് പറയും. ഉദാഹരണം വെച്ച് നോക്കൂ നിങ്ങളെ, 2/4. ഇതിനെ റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയോ? 4/2 കേട്ടോ. ഇപ്പോൾ 5/8 ഇതിനെ റെസിപ്രോക്കലിലോട്ട് വിൽക്രമം നേരെ തല തിരിച്ച് ഇങ്ങനെ ഇടുന്നതിനെയാണ് എന്താ? റെസിപ്രോക്കൽ എന്ന് പറയുന്നത് കേട്ടോ. നേരെ ഓക്കെ ആണോ? അപ്പോൾ നമ്മളോട് ചോദിച്ചാൽ എന്താ? നാച്ചുറൽ നമ്പർ ആദ്യമേ എഴുതുക. എന്താ നിങ്ങളെ? നാച്ചുറൽ നമ്പർ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യ എഴുതുക. 1 2 3 4 5 ഇങ്ങനെ എഴുതുക അല്ലേ. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താണെന്നറിയാമോ? നാച്ചുറൽ നമ്പർ ആണിത് അല്ലേ. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ അടിക്ക് എന്തുണ്ട് കുഞ്ഞുങ്ങളെ? ഒരു 1 ഉണ്ട് കേട്ടോ. 1 നമ്മൾ ഏത് നമ്പർ എഴുതുമ്പോഴും ഓർത്തോണം, അതിൻ്റെ ഒക്കെ അടിയിൽ ആരുണ്ട്? ഫ്രാക്ഷനിലോട്ട് കേട്ടോ. 5/1 കണ്ടോ, ഇങ്ങനെയുണ്ട്. ഇത് ഓർത്തോണേ കേട്ടോ. ഇനി ആയാലും ഓർത്തോണേ. ഓക്കെ ആണോ? ഇനി ഇതിനെ എന്താക്കുക? റെസിപ്രോക്കലോട്ട് മാറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നേരെ തല തിരിച്ച് എഴുതുക അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? 1/2 1/3 1/4 കണ്ടോ. ഇതിനെയാണ് റെസിപ്രോക്കൽ. തന്നിരിക്കുന്ന നമ്പറിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ എന്താ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്നൊക്കെ പറയാം. അംശവും ഛേദവും കേട്ടോ. ഛേദം 1 ഇട്ട് കൊടുക്കുക, അല്ലെ ഡിനോമിനേറ്റർ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെ നേരെ വിൽക്രമം അല്ലെങ്കിൽ റെസിപ്രോക്കലിലോട്ട് മാറ്റുക. ഇപ്പോൾ പിടി കിട്ടിയോ? ഇനി എന്ത് ചെയ്യുക? ഇപ്പോൾ ഇതിൻ്റെ ശ്രേണി നമുക്ക് കിട്ടി. ഇനി അതിനെ എന്താക്കുക? കോമൺ ഡിഫറൻസ് കാണുക അല്ലേ. കോമൺ ഡിഫറൻസ് കാണാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തിൽ നിന്നും ഒന്നാമത്തെ കുറയ്ക്കണം. നോക്കിക്കേ, 1/2 മൈനസ് എന്താ? 1/2 മൈനസ് 1/1. നോക്കണേ നിങ്ങളെ, 1/2 മൈനസ് 1/1. ഇതിനെ നമുക്ക് നോക്കിയേ, ഡിനോമിനേറ്റർ ഡിഫറൻ്റ് ആണെങ്കിൽ, അതായത് ഛേദം വ്യത്യാസമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യണം, അല്ലെങ്കിൽ LCM കണ്ട് ചെയ്യണം കേട്ടോ. നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ വേണമെങ്കിലും എഴുതാം. ക്രോസ് മൾട്ടിപ്പിൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിൻ്റെ LCM കണ്ട് ചെയ്യണം. ഇത് ചെയ്യാൻ എളുപ്പം, അത്രയും കിടന്ന് ചെയ്യേണ്ട കുഞ്ഞു സംഖ്യയല്ലേ. അപ്പം നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നോക്കിക്കേ, എങ്ങനെ എഴുതിയാൽ മതി? 1 × 1 1 തന്നെയാണ്.
അല്ലേ? 1 ഇൻറ്റു 2 എന്താ ഇവിടെ ഈ മൈനസ് ആട്ടോ, മൈനസ് 1 ഇൻറ്റു 2 2 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. അപ്പം നമുക്ക് എത്ര കിട്ടി? 1 മൈനസ് 2 1 നിന്ന് 2 പോകത്തില്ല, അപ്പോൾ 1/2 കിട്ടി. മനസ്സിലായോ? ഈ അടുത്ത നോക്കിക്കേ, 1/3 മൈനസ് 1/2 അല്ലേ? ആദ്യം നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ചെയ്തു, പിന്നെ നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ചെയ്യണം. അപ്പം 1/3 നോക്കിക്കേ, ഇവിടെയും ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്പിൾ. നോക്കിക്കേ, 1 ഇൻറ്റു 2 കേട്ടോ. ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ വന്നു കഴിഞ്ഞാൽ എന്താ, അതായത് ഛേദങ്ങൾ വ്യത്യാസമായി കഴിഞ്ഞാൽ തങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി ചെയ്യണം. എന്താ? 1 ഇൻറ്റു 2 2 മൈനസ് 1 ഇൻറ്റു 3 3 ബൈ 2 ഇൻറ്റു 3 6. നോക്കിക്കേ, 2 3 ഇല്ല, മൈനസ് 1/6 ആണ്. ഇപ്പം തന്നെ നമുക്ക് 2 എണ്ണം കിട്ടുമ്പോഴേ മനസ്സിലാവും ഒരുപോലെയാണോ അല്ല. പിന്നെ നമ്മൾ അത്രയും നീ ഭാര്യ വലിച്ച് ചെയ്യേണ്ട കാര്യമില്ല, ചെയ്തു നോക്കണം കേട്ടോ. നീ 2 എണ്ണം ആകുമ്പോഴേ നമുക്കറിയാം ഒരുപോലെ. അല്ലെങ്കിൽ എന്താ, ദർ ഈസ് നോ കോമൺ. ഇവിടെ ദർ ഈസ് നോ കോമൺ ഡിഫറൻസ്. നോ കോമൺ ഡിഫറൻസ്. നോക്കിയേ, കോമൺ ഡിഫറൻസ് അല്ല, കോമൺ. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ അറിയാതെ അങ്ങനെ എഴുതിയത്, ഞാൻ റഫായിട്ട് കൊടുത്തത് കേട്ടോ. അതുകൊണ്ട് എന്താ, ദിസ് ഈസ് ഇതെന്താ നോട്ട് എന്താ അരിത്മെറ്റിക് കേട്ടോ, അരിത്മെറ്റിക് സീക്വൻസ് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. ഇതുപോലെ എഴുതണമെന്നില്ല, നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലായത് ആ രീതിയിൽ എഴുതിയാൽ മതി കേട്ടോ. അടുത്ത് നോക്കിയോ നിങ്ങളെ, പവേഴ്സ് ഓഫ് 2 എന്തോത്തിൻ്റെ? നാച്ചുറൽ നമ്പറിൻ്റെ പവർ നോക്കാം. നാച്ചുറൽ നമ്പർ 1 2 3 4 5 ഇങ്ങനെ പോകുന്നതാണ് നാച്ചുറൽ നമ്പർ അല്ലേ? ഇതിൻ്റെ പവർ എന്ന് വെച്ചാൽ 1ൻ്റെ പവർ എത്രയാ? നാച്ചുറൽ നമ്പറിൻ്റെ അല്ല കുഞ്ഞുങ്ങളെ, പവേഴ്സ് ഓഫ് 2 എന്ന് വെച്ചാൽ 2ൻ്റെ പവർ. നോക്കിക്കേ, 2ൻ്റെ പവർ 2⁻1 2⁻2 2⁻3 2 ഇങ്ങനെ എഴുതുകയാണ് പവർ. 2 കാരണം പവേഴ്സ് ഓഫ് 2 ആണ്. പവർ 2ൻ്റെ പവർ കേട്ടോ. 2ൻ്റെ പവർ കാണാം. പവർ എന്ന് വെച്ചാൽ ഈ മേലിൽ എഴുതുന്നതാണേ, അതൊക്കെ അറിയാമോ? അപ്പോൾ 2ൻ്റെ 2 തന്നെ. 2:2 4 ആണ്. 2 3 വെട്ടാകുമ്പം നിങ്ങൾ എങ്ങനെ എഴുതും? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് 2 3 വെട്ടാം. 2 ഇൻറ്റു 2 ആണ് 2ൻ്റെ 2. അപ്പോൾ 2 2 4 4 2 8 കേട്ടോ. അപ്പോൾ 2ൻ്റെ 4 വെട്ടം എഴുതണം. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? അപ്പോൾ എത്ര വരും? 2ൻ്റെ 2 2 4 4 2 16 അങ്ങനെ എഴുതണം. മനസ്സിലായോ? 2 പവേഴ്സ് ഓഫ് 2 എന്ന് വെച്ചാൽ എന്തോന്ന് മനസ്സിലായോ നിങ്ങളെ? എന്ന് വെച്ചാൽ 2ൻ്റെ പവർ കേട്ടോ. ഇനി അങ്ങോട്ട് 2ൻ്റെ 5 2 2⁵5 2�6 എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ ഇങ്ങനെ പോകും. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യുക? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് നോക്കുക. കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, രണ്ടാമത് കിടക്കുന്ന 1 നോക്കുക. 4 - 2 എത്ര? 2 ആണ്. അടുത്തത് 8 - 4 എത്രയാണ്? 8 - 2 8 - 4 4 ആണ്. അപ്പോഴേ നമുക്ക് കിട്ടി അല്ലേ? അടുത്തത് 16 - 8 8 ആണ്. അപ്പോൾ നോക്കിയേ, ഡിഫറൻ്റ് ആണ് വന്നത്. അപ്പോൾ എന്താ? നോ കോമൺ ഡിഫറൻസ്. നോ കോമൺ ഡിഫറൻസ് അല്ല. പിന്നെ കോമൺ ഡിഫറൻസ് അല്ല, പിന്നെന്താ? അതുകൊണ്ട് ഇതെന്താ? ദിസ് ഈസ് ഇത് എന്താ? നോട്ട് അരിത്മെറ്റിക്. ദിസ് ഈസ് നോട്ട് അരിത്മെറ്റിക് സീക്വൻസ് കേട്ടോ. ഞാൻ ചുരുക്കി എഴുതിയാന്നേ നിങ്ങൾ, അരിത്മെറ്റിക് സീക്വൻസ് അല്ല. കാരണം എന്താ? ഡിഫറൻറ്റ് കോമൺ ഡിഫറൻസ് ഡിഫറൻറ്റ് ആയതുകൊണ്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. നമ്മൾ കുറേ പഠിച്ചില്ലേ? ഓക്കെ ആണോ? അടുത്ത നോക്കൂ നിങ്ങളെ, അതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹാഫ് ഓഫ് ഓഡ് നമ്പർ. ഈ ഓഡ് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഓഡ് നമ്പർ എന്ന് വെച്ചാൽ ഒറ്റ സംഖ്യ. 1 3 5 7 9 ഇതാണ് ഓഡ് നമ്പർ. ഇവൻ നമ്പർ 2 4 6 8, ഓഡ് നമ്പർ 1 3 5 7 അറിയാമല്ലോ. ഇതിൻ്റെ പകുതി എടുക്കാൻ, പകുതി നോക്കൂ നിങ്ങളെ. 1ൻ്റെ പകുതി ഹാഫ്, 3ൻ്റെ പകുതി 1.5 അല്ലേ? 5ൻ്റെ പകുതി 2.5, 7ൻ്റെ പകുതി 3.5 അല്ലേ? 9ൻ്റെ പകുതി 4.5 അല്ലേ? അങ്ങനെ പോവും. ഇനി ഇങ്ങനെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ, ഇങ്ങനെ ഇങ്ങനെ ഫ്രാക്ഷനി വന്നുകൊണ്ട് ഡൗട്ടാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? താഴെ കിടക്കുന്ന ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്നത് കൂട്ടി. അതായത് നോക്കിയേ, 1 2 2 2 1 3 3/2 2 2 4 4 1 5/2 ഇങ്ങനെ അറിയാവോ? മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാൻ അറിയാമോ കുഞ്ഞുങ്ങളെ? അടുത്ത 2 3 6 എന്ന് വെച്ചാൽ താഴെ കിടക്കുന്നതാണ് ഈ സംഖ്യ ഇൻറ്റു ചെയ്യണേ. എന്നിട്ട് മേളിൽ കിടക്കുന്ന കൂട്ടണം. 2 3 6 6 1 7/2 2 2 4 4 1 5 താഴെ കിടക്കുന്നതിനെ ഇൻറ്റു ചെയ്തിട്ട് മേളിൽ കിടക്കുന്നതിനെ കൂട്ടണം കേട്ടോ. 2 4 8 1 9/. അതായത് നോക്കിയേ, ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയിട്ട് വന്നു കേട്ടോ. ഛേദമെല്ലാം ഒരുപോലെ വന്നു എന്ന്. അപ്പോൾ പിടികിട്ടിയോ?
മനസ്സിലായല്ലോ? ഇങ്ങനെ ഇതപ്പം ഒരു സീക്വൻസ് കിട്ടി അല്ലേ? ഇനി ഇത് CD കോമൺ ഡിഫറൻസ് കാണണം. എങ്ങനെ എഴുതും? 3/2 മൈനസ് 1/2. നോക്കിക്കേ, 3 1 പോയാൽ 2 ഡിനോമിനേറ്റർ ഒരുപോലെയുണ്ട് 2. ഇപ്പം 2/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 1. അടുത്ത എഴുതിക്കേ, 5/2 മൈനസ് 3/2 അല്ലേ? എന്ന് വെച്ചാൽ അത് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇനി അത് പറയണ്ടല്ലോ, ഒത്തിരിയും പറഞ്ഞതാ. രണ്ടാമത് കിടക്കുന്നതിന് ഒന്നാമത് കിടക്കുന്നുണ്ട്, മൂന്നാമത് കിടക്കുന്നതിന് രണ്ടാമത് കിടക്കുന്നുണ്ട്, ഇങ്ങനെ കുറച്ച് കാണിക്കുക. അപ്പോൾ നോക്കി, ഇവിടെ എന്താവും നിങ്ങളെ 2/2. അപ്പോൾ അവിടെ ആൻസർ 1 കിട്ടിയത്. അടുത്ത ഏതാ? അടുത്ത നമ്മൾ 7/2നെ 5/2 കൊണ്ട് കുറയ്ക്കുമ്പോഴും എന്താ? 2/2. ഇവിടെയും പ്രത്യേകത എന്താ? ഇവിടെ എല്ലായിടും കോമൺ ഡിഫറൻസ് കിട്ടിയത് 1 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി, കോമൺ ഡിഫറൻസ് 1. അതുകൊണ്ട് ഇതെന്താ? ദിസ് ഈസ് അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ ആണോ? ഇത് ഇച്ചിരി ലെങ്ത് ഉള്ള ഇതാണ്, കാരണം നമ്മൾ ഈ കണക്ക് ഇച്ചിരി നല്ല രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയണേ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്തേക്കണേ. ഓക്കെ.